നമസ്കാരം. അപ്പോ നമുക്കിന്ന് ഏഞ്ചൽ ഫിഷിന്റെ കെയറിങ്ങും ബ്രീഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ നോക്കാം. ഓക്കെ, അപ്പം ഏഞ്ചൽ ഫിഷിന്റെയും സ്വദേശം സൗത്ത് അമേരിക്ക തന്നെയാണ്. ആമസോൺ നദിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതിന്റെയും എന്താണ് ഒറിജിൻ. ഓക്കെ, അതൊരു 1980 കാലഘട്ടത്തിലേ ഉള്ള പഴയൊരു സ്ട്രെയിനാണ്. ആ സ്ട്രെയിന് പിന്നെ നമ്മൾ ഗ്ലാസ് ടാങ്കിളിലോട്ട് വരികയും അവിടെ വെച്ചിട്ട് ഒരുപാട് ക്രോസ് ബ്രീഡുകളിലൂടെ പുതിയ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഇന്നിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നോർമൽ രീതിയിൽ അതിന്റെ ഒരു ബോഡി സ്ട്രക്ചർ അറിയാലോ, വെർട്ടിക്കൽ ടൈപ്പ് വരുന്നത് തന്നെയാണ്. അപ്പോ അത് ഹൈബ്രിഡ് ആയിട്ട് വന്ന സമയത്ത് ഒരുപാട് കളർ വേരിയേഷൻ വരുന്നുണ്ട്. ജെറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം, ചോക്ലേറ്റ്, പിങ്ക്, അല്ലെങ്കിൽ ഗോൾഡൻ ടോപ്പ്, യെല്ലോ ടോപ്പ്, ഒരുപാട് സ്ട്രെയിൻ വരുന്നുണ്ട്. ഇനി അവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ബിഹേവിയറും ബാക്കി പിന്നെ ബ്രീഡിങ്ങും, അതാണ് നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ഇപ്പം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏഞ്ചൽ ഫിഷ് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഇപ്പൊ ഒരുപാട് ഹൈബ്രിഡ് വെയിൽ ടെയിലൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് വെയിൽ ടെയിലും അങ്ങനത്തെ സ്ട്രെയിനിലാണ് വരുന്നുണ്ട്. ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിഷ് എന്നുള്ളതാണ് എല്ലാവരുടെയും മൈൻഡിലുള്ളത്. ബട്ട് അതൊരു സെമി അഗ്രസീവ്നെസ് കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു ഫിഷാണ്. അത് ബ്രീഡിംഗ് പെയറിലോട്ട് എത്തുമ്പോൾ അത് നല്ല രീതിയിൽ അഗ്രസീവ്നെസ് കാണിക്കും. അവർക്ക് ഒരു അറിയാലോ, കൺട്രോളർക്ക് അറിയാം, ഒരു ആർമർ അല്ലെങ്കിൽ അവർക്കൊരു കൊമ്പ് പോലത്തെ സാധനമുണ്ട്. വളരെ ഫിന്നായിട്ട് കിടക്കുകയാണെങ്കിൽ ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് അവർ കൊത്താനുള്ള ചാൻസസ് ഉണ്ട്. ബ്രീഡിംഗ് പേര് തിരിയുന്നത് വരെയും നമുക്ക് എന്ത് ചെയ്യുക, മാറ്റി ഇടുന്നതാണ്. അല്ലെങ്കിൽ ബാക്കി കമ്മ്യൂണിറ്റി ടാങ്കിൽ